മുസ്ലിമിനെതിരായ നിയമമല്ല, ഇസ്ലാമിനെതിരല്ല, നീതിക്ക് വേണ്ടിയാണ് വഖഫ് നിയമ ഭേദഗതി നടത്തിയത്. ആവർത്തിച്ചു പറയുന്നു കിരൺ റിജിജു. എന്നിട്ടും വളച്ചൊടിക്കുന്നു ചിലർ. മറുപടി: കേന്ദ്ര സർക്കാരും ഒപ്പം നിയമമന്ത്രിയായ കിരൺ റിജിജുവും അവർ ഏറ്റെടുത്ത ദൗത്യം ഏകദേശത്തോളം പൂർത്തീകരിച്ചു. അവരുടെ വാക്ക് പാലിച്ചു. ആ ജനതയുടെ ഏറ്റവും അധികം ഒരുപക്ഷെ ഭാരതത്തിലെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു മുനമ്പം മാത്രമായിരിക്കും ഇത്രയധികം കുടുംബങ്ങൾ ഇതിന്റെ ദുരിതഫലം അനുഭവിക്കുന്നത്. അപ്പൊ ആ ജനത്തിന്റെ സന്തോഷം നേരിട്ട് കാണുവാനും അത് ഏറ്റുവാങ്ങുവാനുമായിട്ട് കിരൺ റിജിജു മുനമ്പത്തെത്തി. അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. അവിടുത്തെ യഥാർത്ഥ നന്ദിയുള്ള ആളുകൾ കിരൺ റിജിജുവിനോട് നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഏതൊരു കൂട്ടത്തിലും കുറച്ചാളുകൾ, കാര്യം ഇവിടെ 610 പേരിൽ നന്ദി പ്രകടിപ്പിക്കാത്തവർക്ക് അല്ലെങ്കിൽ നന്ദി കാട്ടാത്തവർക്ക് ഒഴിച്ചു നിർത്തിയിട്ട് ഇതിന്റെ ഫലം കിട്ടുക എന്നുള്ളതൊന്നും ഒരിക്കലും വരുന്നില്ലല്ലോ. വാഴ നനയുമ്പോൾ ചീരയും നനയും. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാര്യം ഇത് ഏകദേശം ഇതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിയെന്നും ഇതിന്റെ ഫലം ലഭിക്കാൻ പോവുകയാണെന്നും ഇതിന് പരിഹാരം ഉണ്ടാകുകയാണെന്നും മനസ്സിലായപ്പോൾ തന്റെ ഉള്ളിലെ രാഷ്ട്രീയമുണ്ട്, അല്ലെ തന്നെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വാക്കുകൾക്ക് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം. അത് വളച്ചൊടിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടപ്പുറം രൂപതാ പിതാവായ ആംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞതിനെ വളച്ചൊടിച്ച് പല രീതിയിലുള്ള പോസ്റ്ററുകളും ക്ലിപ്പിങ്ങുകളൊക്കെ നമ്മളിവിടെ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഡൽഹിയിലുണ്ടായ കുരുത്തോല പ്രദർശനം ഇതിന് പെർമിഷൻ കൊടുക്കാറുന്ന വിഷയത്തൊക്കെ നമ്മൾ വളച്ചൊടിച്ച് ദിവസങ്ങളോളം ആഘോഷിക്കുന്ന നമ്മൾ കണ്ടു. അപ്പൊ ഇതുപോലെ തന്നെ ഇവർക്ക് വളച്ചൊടിക്കാനായിട്ട് അതിൽ ഏതെങ്കിലും ഒരാളുടെ ഇത് വേണം. കാര്യം അദ്ദേഹത്തിന് അറിയാം കൃത്യമായിട്ടും ഇതിന് ഫലം ലഭിക്കാൻ പോവുകയാണ്. അതിന്റെ കൂട്ടത്തിൽ തനിക്ക് ലഭിക്കുന്നു. ഇനി തന്റെ ഉള്ളിൽ ആ പഴയ രാഷ്ട്രീയം പുറത്തോട്ട് എടുക്കുന്നതിൽ ഒരുവിധ പ്രയോജനമില്ല. അപ്പൊ അതൊന്നും കൊണ്ട് റോണി കെ ബേബിയെ പോലുള്ള ആളുകൾ അതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുറച്ച് ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ സാധിക്കും. മുനമ്പത്ത് ഏറ്റവും അധികം നഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഫിലിപ്പ് കെ ജോസഫ്. അദ്ദേഹമാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇപ്പോൾ ചില ആൾക്കാരുടെ ഉള്ളിലിരിപ്പ് അല്ലെങ്കിൽ അവർ പറയുന്ന രീതി എന്ന് പറയുന്നത് കിരൺ റിജിജു ഇവിടെ 1 മാസത്തോളം ഇവിടെ എറണാകുളം ടിവിയിൽ താമസിക്കണം, രാവിലെ ഓട്ടോറിക്ഷ പിടിച്ച് ട്രിബ്യൂണലിൽ പോകണം, പിന്നെ കോടതിയിൽ പോകണം, പിന്നെ വില്ലേജ് ഓഫീസിൽ പോകണം, താലൂക്ക് ഓഫീസിൽ പോകണം. അങ്ങനെ കിരൺ റിജിജു ഇവിടെ നടന്ന് ഇതെല്ലാം ശരിയാക്കി അവരുടെ വീട്ടിൽ മുനമ്പത്തോട്ട് കൊടുക്കണമെന്നാണ് എന്നുള്ള രീതിയിലാണ് ഇവരിവിടെ സംസാരിച്ചു വെക്കുന്നത്. അപ്പൊ ഇതൊന്നും അല്ല. ഇവിടെ നിയമം വന്നു കഴിഞ്ഞു. ഇനി വേണ്ടതെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനതയെ നിങ്ങളുടെ രാഷ്ട്രീയ കളിക്ക് ഇരയാക്കാതെ ഇത്രയും കാലം നിങ്ങൾ 2 ഭരണ പ്രതിപക്ഷങ്ങൾ കൂടി ആ ജനതയെ കബളിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. ഇനിയെങ്കിൽ നിങ്ങളുടെ ആ തനി സ്വഭാവം കാണിക്കാതെ അത് മാറ്റിവെച്ചുകൊണ്ട് നിലവിലെ നിയമപ്രകാരം സംസ്ഥാന സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു കൊടുക്കേണ്ടത് അത് ചെയ്തു കൊടുത്ത് ആ വിഷയം പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നുള്ള അപേക്ഷ കൊടുക്കട്ടെ, അതിന്റെ ഫലമായിട്ട് കോടതിയെ സമീപിക്കട്ടെ. അതിനനുസരിച്ചുള്ള വിധിയായിരിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന പുതുക്കിയ നിയമ ഭേദഗതിക്ക് അനുസരിച്ചുള്ള നിങ്ങൾ വെച്ചുകൊണ്ടുള്ള ആ ഭേദഗതിയിലെ ക്ലോസുകൾ വെച്ചുകൊണ്ടുള്ള വിധികളായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക, നടപടികളായിരിക്കും ഉണ്ടാകുക. അതിനനുസരിച്ചിട്ടാണ് പരിഹാരം ഉണ്ടാകുന്നത്. അല്ലാതെ കിരൺ റിജിജു പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇതിന്റെ ആധാരത്തിന്റെ എല്ലാം ഇവിടുത്തെ ഇതിൽ നിന്ന് NOC മേടിച്ചുകൊണ്ട് വന്ന് അവിടെ വിതരണം നടത്താനൊന്നല്ല വന്നത്. അവിടുത്തെ ജനങ്ങളുടെ സന്തോഷം കാണാനാണ് വന്നത്. അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് റോണി കെ ബേബിയെ പോലുള്ളവർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിനും ഒക്കെ ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും വളച്ചൊടിക്കാൻ സാധിക്കും. പക്ഷെ യാഥാർത്ഥ്യം അവിടുത്തെ ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതേ ഉള്ളൂ അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയൊരു പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇതിന്റെ ഒരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയാണ് ഇപ്പൊ ഫിലിപ്പ് കെ ജോസഫ് മുനമ്പത്ത് നിന്ന് ജന ടിവിയിലൂടെ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. അപ്പോൾ ഇതിന്റെ ശാശ്വതമായ പരിഹാരത്തിന് ഒരു തടസ്സവും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി അത് കോടതിയിലൂടെ സാധിക്കും. അത് ആർക്കാണ് അറിയാത്തത്? പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കും. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാപ്സുകൾ ഇറക്കാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പൊ പുതിയ നിയമ ഭേദഗതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇനി കോടതിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വഖഫ് ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവുകയുള്ളൂ. അതിലൂടെ ഈ വിഷയം പരിഹരിക്കപ്പെടും, അതറിയാം. പക്ഷെ അതിന് പകരം പിന്നെയും ഇത് ഇപ്പോൾ 3 വർഷത്തോളമൊക്കെ ഇട്ട് കളിച്ചുകൊണ്ടിരുന്ന ട്രിബ്യൂണലിലെ കേസുകളൊക്കെ ഇപ്പൊ വളരെ വേഗതയിലാണ് സിറ്റിങ്ങുകൾ നടത്തുന്നത്, വളരെ വേഗതയിലാണ് വാദങ്ങൾ നടത്തുന്നത്. എന്നാണ് അതിന്റെ ഒരു കാര്യം. എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട മുഖം എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടെടുക്കണം, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തടിയൂരണം, അതിനുവേണ്ടിയുള്ള കളികളാണ് ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ ബോധമുള്ള ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ. നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാം. നിങ്ങൾ എന്ത് പിണ്ണാക്കിലാണ് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നത്? 10 മിനിറ്റ് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നിയമസഭയിൽ നിന്ന് എഴുന്നേറ്റ് പറയണമെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് തെരഞ്ഞെടുത്ത് അയച്ചത്? മുനമ്പം ജനങ്ങളുടെ വിഷയം മാത്രമാണോ? ചാവക്കാടുള്ളത് ആളുകൾ നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരല്ലേ? പാലക്കാടും കോഴിക്കോടും കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ ഉള്ള വഖഫിന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ നിങ്ങളെ വിജയിപ്പിച്ചവരല്ലേ? അവരോട് നിങ്ങൾക്ക് ബാധ്യതയില്ലേ? നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഞങ്ങൾ പാർലമെന്റിൽ ഇതിനെ സപ്പോർട്ട് ചെയ്തതിന്റെ കാരണം മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടാണെന്ന്. ഓക്കെ, അവിടെ മുനമ്പം അവിടെ നിൽക്കട്ടെ.
നിങ്ങൾ ചാവക്കാടുള്ളവരോട്, അവിടെ മുസ്ലിം സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ, അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ട നിങ്ങൾക്ക്. അവരുടെ വോട്ട് കൂടെ മേടിച്ചല്ലേ നിങ്ങൾ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കയറിയിരിക്കുന്നത് അല്ലേ? കോട്ടയത്തുള്ളവരെ പരിഹരിക്കണ്ടേ? കോഴിക്കോടുള്ളവരെയും പാലക്കാടുള്ളവരെയും പരിഹരിക്കണ്ടേ? ഇത് അവരുടെ ജനങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ ഈ കേവലം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ തടി തപ്പാൻ ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നതില്ല. ഏതൊരു സ്ഥലത്തും നല്ലൊരു ഭരണം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാവണം. ഇവിടെ പ്രതിപക്ഷമില്ല. അതാണ് ഇവിടുത്തെ കുഴപ്പം. ശ്രീ ഫിലിപ്പ് ജോസഫ്, അദ്ദേഹം ചർച്ചയിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, അങ്ങ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന്. ആ വാക്ക് പറയാൻ അങ്ങേ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതെല്ലാവരും കേൾക്കട്ടെ. എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ, നരേന്ദ്രമോദിയിൽ, കിരൺ റിജിജുവിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് അങ്ങ് പറയുന്നു? ആ അനുഭവം ആവർത്തിക്കൂ. ആ അനുഭവം എന്ന് പറയുന്നത്, ഇന്ന് കിരൺ റിജിജു ഇവിടെ വന്ന് സംസാരിച്ച് നിങ്ങളെല്ലാവരും ടെലികാസ്റ്റ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ച്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഞങ്ങളോട് എന്നോട് പേഴ്സണലി വ്യക്തിപരമായിട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം എൻ്റെ കൈ പിടിച്ച് എന്നോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് സമയം കൂടി എടുക്കും, ബട്ട് വി വിൽ ബി കംപ്ലീറ്റ്ലി സോൾവിങ് യുവർ പ്രോബ്ലംസ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ പിടിച്ചാണ് കിരൺ റിജിജു പറഞ്ഞത്, അല്ലാതെ ഞാൻ വേറെ ഒന്നും എടുത്തു പറഞ്ഞില്ല. എൻ്റെ കൈ പിടിച്ച് പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ സോൾവ് ചെയ്തിരിക്കും, നിങ്ങളുടെ ലാൻഡ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കും, നിങ്ങൾ പഴയ രീതിയിൽ എങ്ങനെ ജീവിച്ചോ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് എല്ലാം വന്നിരിക്കും. അപ്പോൾ ആ ഒരു അനുഭവം ഞങ്ങൾക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും മോദിജിയുടെ ഗ്യാരണ്ടിയാണ് അവർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇത് പെട്ടെന്ന്, ഞങ്ങൾക്കറിയാം ഇത് സമയമെടുക്കും, ഇതിൻ്റേതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കെവിൻ പീറ്റർ പറഞ്ഞ പോലെ അദ്ദേഹം ഇവിടെ വന്നിരിക്കുക, അദ്ദേഹം പറഞ്ഞ അത് ഞങ്ങൾക്കറിയാം ഇതൊരു ജുഡീഷ്യറി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റേതായ കാലതാമസം എടുക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, മോദി തന്നൊരു ഉറപ്പുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി തന്നിരിക്കുമെന്നുള്ളത്. നിങ്ങളിവിടെ സന്തോഷത്തോടെ പഴയ എല്ലാ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പിടിച്ച് കിരൺ റിജിജു പറഞ്ഞതാണ്, യു വിൽ ഗെറ്റ് ബാക്ക് whatever you lost. This is our guarantee. This is Modi's guarantee. അപ്പോൾ എനിക്കിതിൽ കൂടുതൽ എന്ത് വിശ്വാസം വേണം? ഞാൻ ഇനി വേറെ ഏത് കാര്യത്തിൽ ആശ്രയിച്ച് പോകണം? എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അതിൽ പല ആൾക്കാർക്കും അതിൽ വിഷമം തോന്നും. കാരണം ഇവിടെ പുറത്തെ ആൾക്കാർക്ക് പലത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പം ഞങ്ങളുടെ ഇവിടെ കമ്മീഷൻ സ്ഥാപിച്ച സമയത്ത് കമ്മീഷൻ്റെ ഫസ്റ്റ് സിറ്റിങ്ങിൽ കമ്മീഷൻ്റെ ഹെഡ് വന്ന് ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഒറ്റ മാധ്യമങ്ങളൊന്നും എടുത്ത് പറഞ്ഞു. കമ്മീഷൻ്റെ ഹെഡ് വന്ന് ഞങ്ങളാ കണ്ട് സംസാരിച്ച ഫസ്റ്റ് കാര്യം അദ്ദേഹം പറഞ്ഞത്, ഒരു കോടതിയും ഇന്ത്യയിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വഖഫ് സംരക്ഷണ സമിതിയും കാരണം അവർക്കറിയാം
കാരണം ഒരു വഖഫ് ഭൂമി ഒരു വഖഫ് രജിസ്റ്ററിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇവർ തോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ അതിനൊരു സ്റ്റേ പോയി. വീണ്ടും ഇപ്പോൾ ട്രൈബ്യൂണലിൽ ഇതേ കാര്യങ്ങൾ അവർ അവിടെയും ഒരു സ്റ്റേയിന് പോയി. പക്ഷെ അപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം കിരൺ റിജിജു ഇന്ത്യയിൽ ഞങ്ങൾ വായിച്ചതനുസരിച്ച് ഇന്ത്യയിൽ 5ാം പൗരനാണ്. ഒരു 5ാം പൗരൻ ഒരു മുനമ്പം സ്വദേശിയുടെ കൈ പിടിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ഭൂമി ഞങ്ങൾ പിടിച്ചു തന്നിരിക്കുക, അത് എൻ്റെയും മോദിജിയുടെയും ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വിത്ത് ഹു എൽസ് വി മസ്റ്റ്, ഞങ്ങൾ ആരുടെ പുറകെ പോകണം? ഞങ്ങൾക്ക് ഇതിൽ പരം ഒരു വലിയൊരു ഗ്യാരണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി എന്തിനാണ് വേണ്ടത്? പക്ഷേ ബാക്കി ഞങ്ങൾ പറയുന്നില്ല ഇത് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും, ഇതിൻ്റെതായ സമയങ്ങളുണ്ടെന്ന്. പക്ഷേ ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷകരമാണ്.